നമസ്കാരം. ട്രംപും നെതന്യാഹുവും പരാജയപ്പെടുമെന്ന പ്രവചനങ്ങൾ പോലും പാളി. തമിഴ്നാട്ടിലും ബംഗാളിലുമടക്കം ഇന്ത്യയിൽ തെറ്റിയത് പലതവണ. ചിലത് ശരിയാവും, ചിലത് ശരിയാവില്ല. ന്യൂസ് ഇൻഡെപ്ത് ഇന്ന് പരിശോധിക്കുന്നു എക്സിറ്റ് പോളുകളുടെ കഥ. തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാകുന്നതിന് മുമ്പ്, അതായത് വോട്ടെടുപ്പ് നടക്കുമ്പോൾ ഒരു അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥി തോൽവി സമ്മതിച്ചാൽ എങ്ങനെയിരിക്കും? ഇലക്ഷൻ തീരുന്നതിന് മുമ്പ് ഒരു മാധ്യമം എക്സിറ്റ് പോൾ പുറത്തുവിട്ടതാണ് അതിന് കാരണം. 1980 അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളിൽ വോട്ടിംഗ് പൂർത്തിയാകുന്നതിന് 3 മണിക്കൂർ മുമ്പ് NBC ന്യൂസ് റൊണാൾഡ് റീഗനെ വിജയിയായി പ്രഖ്യാപിച്ചത് അന്ന് വലിയ വിവാദമായിരുന്നു. 1980 നവംബർ 4 കിഴക്കൻ സമയം രാത്രി 8:15 തന്നെ NBC റൊണാൾഡ് റീഗൻ വിജയിച്ചതായി പ്രഖ്യാപിച്ചു. ഏകദേശം 20,000 വോട്ടർമാരിൽ നിന്ന് ശേഖരിച്ച എക്സിറ്റ് പോൾ വിവരങ്ങളുടെയും പ്രധാന സംസ്ഥാനങ്ങളിലെ വോട്ടിംഗ് ട്രെൻഡുകളുടെയും അടിസ്ഥാനത്തിലായിരുന്നു ഈ പ്രവചനം. ഈ സമയത്ത് കാലിഫോർണിയ ഉൾപ്പെടെയുള്ള പടിഞ്ഞാറൻ തീരദേശ സംസ്ഥാനങ്ങളിൽ വോട്ടിംഗ് അവസാനിക്കാൻ 3 മണിക്കൂർ കൂടി ബാക്കിയുണ്ടായിരുന്നു. എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളിൽ വോട്ടിംഗ് അവസാനിക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് തന്നെ പ്രസിഡന്റ് ജിമ്മി കാർട്ടർ തോൽവിയും സമ്മതിച്ചു. ഫലം നേരത്തെ പ്രഖ്യാപിച്ചതും കാർട്ടർ തോൽവി സമ്മതിച്ചതും ഇവിടുത്തെ വോട്ടർമാരെ സ്വാധീനിച്ചു. തങ്ങളുടെ വോട്ട് ഇനി ഫലത്തിൽ മാറ്റമുണ്ടാക്കില്ലെന്ന് കരുതി പലരും വോട്ട് ചെയ്യാൻ പോയില്ല. റീഗൻ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. ഇത് മാധ്യമങ്ങൾക്ക് വോട്ടെടുപ്പ് പൂർത്തിയാകുന്നതിന് മുമ്പ് വിജയിയെ പ്രവചിക്കാൻ അവകാശമുണ്ടോ എന്നതിനെക്കുറിച്ച് 10 വർഷം നീണ്ടുനിന്ന വലിയൊരു നിയമ സാമൂഹിക സംവാദത്തിന് അമേരിക്കയിൽ തുടക്കമിട്ടു. പല സംസ്ഥാനങ്ങളും എക്സിറ്റ് പോളുകൾ നിയന്ത്രിക്കാൻ നിയമനിർമ്മാണം നടത്താൻ ശ്രമിച്ചെങ്കിലും കോടതികൾ അത് തടഞ്ഞു. ഇതാണ് യൂറോപ്പും അമേരിക്കയും അടക്കമുള്ള പാശ്ചാത്യ രാജ്യങ്ങളിലെ അവസ്ഥ. അവിടെ എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നാലുടൻ ആഹ്ലാദ പ്രകടനം നടത്തുക എന്നതാണ് പൊതുരീതി. എക്സിറ്റ് പോൾ അവിടെ പലപ്പോഴും എക്സാറ്റ് പോളാണ്. നമ്മുടെ നാട്ടിലേതുപോലെ ചിലത് ശരിയാവും, ചിലത് ശരിയാവില്ല എന്ന ലൈൻ അവിടെ ഇല്ല. കാരണം ഏതാണ്ട് ഒരു പൊതുവികാരത്തിൻ്റെ പുറത്ത് വോട്ട് ചെയ്യുന്നവരാണ് അവിടെ നമ്മുടെ നാട്ടിലെ പോലെ ജാതിയും മതവും അടിയൊഴുക്കുകളും അവസാനവട്ട പാരവെപ്പുകളും ഒക്കെ പൊതുവെ കുറവാണ്. പക്ഷേ എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ പാടെ തെറ്റിയ നിരവധി സംഭവങ്ങൾ വിദേശ രാഷ്ട്രങ്ങളിലുമുണ്ട്. അതീവ കൗതുകരമാണ് എക്സിറ്റ് പോളുകളുടെ തുടക്കവും വളർച്ചയും. ലോകത്ത് ആദ്യമായി എക്സിറ്റ് പോൾ നടന്നത് അമേരിക്കയിലാണ്. 1936 US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ജോർജ് ഗാലപ്പും ക്ലോഡ് റോബിൻസണും ചേർന്നാണ് ന്യൂയോർക്കിൽ ആദ്യമായി വോട്ടർമാരോട് അഭിപ്രായം ചോദിച്ചത്. ന്യൂയോർക്ക് സിറ്റിയിലെ പോളിംഗ് ബൂത്തുകളിൽ നിന്ന് പുറത്തിറങ്ങിയ വോട്ടർമാരോട് ആർക്കാണ് വോട്ട് ചെയ്തതെന്ന് ചോദിച്ചാണ് ആദ്യമായി ഇത്തരമൊരു സർവേ നടന്നത്. അന്ന് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് വിജയിക്കുമെന്ന് അവർ പ്രഖ്യാപിച്ചു. ഇത് ശരിയായി വരികയും ചെയ്തു. അക്കാലത്ത് പ്രശസ്തമായിരുന്ന ലിറ്റററി ഡൈജസ്റ്റ് മാസികയുടെ തെറ്റായ പ്രവചനത്തെ ജോർജ് ഗാലപ്പ് തിരുത്തി. ലോകപ്രശസ്തമായ ഗാലപ്പ് പോൾ സ്ഥാപിച്ച അമേരിക്കൻ സ്റ്റാറ്റിസ്റ്റീഷ്യനാണ് ജോർജ് ഹോറസ് ഗാലപ്പ്. 1935 അദ്ദേഹം അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഒപ്പീനിയൻ സ്ഥാപിച്ചു. ഇതാണ് പിന്നീട് ഗാലപ്പ് എന്നറിയപ്പെട്ടത്. അതുവരെ നിലനിന്നിരുന്ന കൊട്ടക്കണക്കിനുള്ള രീതികൾക്ക് പകരം ശാസ്ത്രീയമായ സാമ്പിളിംഗ് രീതികൾ അദ്ദേഹം അവതരിപ്പിച്ചു. ജനസംഖ്യയുടെ എല്ലാ വിഭാഗങ്ങളെയും പ്രതിനിധീകരിക്കുന്ന ചെറിയൊരു ഗ്രൂപ്പിനെ തിരഞ്ഞെടുത്ത് നടത്തുന്ന സർവേകളായിരുന്നു ഇത്. ഇന്ന് ലോകമെമ്പാടും ഉപയോഗിക്കുന്ന എക്സിറ്റ് പോളുകളുടെ അടിസ്ഥാന സ്റ്റാറ്റിസ്റ്റിക്കൽ തത്വങ്ങൾ രൂപപ്പെടുത്തിയത് ജോർജ് ഗാലപ്പാണ്. പക്ഷേ വലിയ തോതിലുള്ള ആധുനിക എക്സിറ്റ് പോളുകൾക്ക് തുടക്കമിട്ടത് അമേരിക്കക്കാരനായ വാരൻ മിറ്റോഫ്സ്കിയാണ്. ഗാലപ്പിൻ്റെ രീതികളെ അദ്ദേഹം ഒന്നുകൂടി മെച്ചപ്പെടുത്തി. 1967 കെൻറ്റക്കി ഗവർണർ തെരഞ്ഞെടുപ്പിലാണ് CBS ന്യൂസിനായി വാരൻ മിറ്റോഫ്സ്കി ആദ്യമായി ഈ രീതി പ്രയോഗിച്ചത്. പ്രവചനത്തിനനുസൃതമായി റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയായ ലൂയി നൺ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു. ലൂയി നൺ 51.2% വോട്ടുകൾ നേടി ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായ ഹെൻറി വാർഡിനെ പരാജയപ്പെടുത്തി. 1943 ശേഷം കെൻറ്റക്കിയിൽ വിജയിക്കുന്ന ആദ്യ റിപ്പബ്ലിക്കൻ ഗവർണറായി അദ്ദേഹം മാറി. വോട്ടെടുപ്പ് കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന വോട്ടർമാരെ നേരിൽ കണ്ട് അവർ ആർക്കാണ് വോട്ട് ചെയ്തതെന്ന് ചോദിച്ചറിയുന്ന രീതിയാണ് അദ്ദേഹം അവലംബിച്ചത്. സിനിമ കഴിഞ്ഞിറങ്ങുന്നവരുടെ അഭിപ്രായം ചോദിക്കുന്ന രീതിയിൽ നിന്നാണ് ഇതിനുള്ള പ്രചോദനം ലഭിച്ചതെന്നാണ് വാരൻ മിറ്റോഫ്സ്കി പറഞ്ഞത്. ടെലിവിഷൻ ചരിത്രത്തിൽ ആദ്യമായി ഒരു എക്സിറ്റ് പോൾ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിജയപ്രവചനം നടത്തിയത് ഈ തിരഞ്ഞെടുപ്പിലായിരുന്നു. ഇത് വോട്ടിംഗ് ദിവസം നടത്തുന്ന ടെലിഫോൺ സർവേകളെക്കാൾ കൃത്യമാണെന്ന് അന്ന് തെളിയിക്കപ്പെട്ടു. ഈ വിജയത്തോടെയാണ് ആധുനിക എക്സിറ്റ് പോളുകളുടെ പിതാവായി വാരൻ മിറ്റോഫ്സ്കി അറിയപ്പെടാൻ തുടങ്ങിയത്. പക്ഷേ ഡച്ച് സോഷ്യോളജിസ്റ്റായ മാർസൽ വാൻ ഡോമാണ് ആദ്യമായി ശാസ്ത്രീയമായി എക്സിറ്റ് പോൾ നടപ്പിലാക്കിയതെന്നാണ് മറ്റൊരു വാദം. അദ്ദേഹം 1967 ഫെബ്രുവരി 15 ഡച്ച് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇത് പരീക്ഷിച്ചു. വാരൻ മിറ്റോഫ്സ്കി 1967 നവംബറിലാണ് തൻ്റെ എക്സിറ്റ് പോൾ നടത്തിയത്. എന്നാൽ വാൻ ഡാം ഫെബ്രുവരിയിൽ തന്നെ ഇത് നടത്തിയതിനാൽ ഇദ്ദേഹമാണ് എക്സിറ്റ് പോളിൻ്റെ യഥാർത്ഥ ഉപജ്ഞാതാവെന്ന് ഡച്ച് ചരിത്രകാരന്മാർ വാദിക്കുന്നു. മാർസൽ വാൻ ഡാമിൻ്റെ എക്സിറ്റ് പോൾ കൃത്യമായിരുന്നു. ഇതിലൂടെ വോട്ടിംഗ് ശതമാനത്തിലും സീറ്റുകളുടെ എണ്ണത്തിലും ഉണ്ടായ മാറ്റങ്ങൾ അദ്ദേഹം വിജയകരമായി തന്നെ പ്രവചിച്ചു. കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ച് ഫലം വിശകലനം ചെയ്ത ആദ്യ എക്സിറ്റ് പോളുകളിൽ ഒന്നാണിത്. വോട്ടിംഗ് രീതികളിലുണ്ടായ മാറ്റങ്ങൾ അദ്ദേഹം ശരിയായി കണ്ടെത്തി. പ്രധാനമായും ലേബർ പാർട്ടിക്കുണ്ടായ തിരിച്ചടിയും പുതിയ പാർട്ടിയായ ഡെമോക്രാറ്റ് 66 കൈവരിച്ച മുന്നേറ്റവും അദ്ദേഹത്തിൻ്റെ സർവേയിൽ കൃത്യമായി പ്രതിഫലിച്ചിരുന്നു. 1938 ജനുവരി 30 നെതർലാൻഡിലെ ഉത്രെക്റ്റിലാണ് വാരൻ മിറ്റോഫ്സ്കി ജനിച്ചത്. അദ്ദേഹം ഒരു സോഷ്യോളജിസ്റ്റ് മാത്രമല്ല, അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയക്കാരനും പത്രപ്രവർത്തകനുമായിരുന്നു.
ഡച്ച് ലേബർ പാർട്ടിയുടെ പ്രമുഖ നേതാവായിരുന്ന അദ്ദേഹം നെതർലാൻഡിലെ ഭവന നഗരാസൂത്രണ വകുപ്പ് മന്ത്രിയായും സ്റ്റേറ്റ് സെക്രട്ടറിയായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. പിൽക്കാലത്ത് വാറൻ മിഡോവ്സ്കി മാധ്യമപ്രവർത്തകനായി മാറി. ഡച്ച് ടെലിവിഷനിലെ പ്രശസ്തമായ പല രാഷ്ട്രീയ സംവാദ പരിപാടികളുടെയും അവതാരകനായിരുന്നു അദ്ദേഹം. വോട്ടർമാരുടെ പെരുമാറ്റത്തെക്കുറിച്ച് അദ്ദേഹം നടത്തിയ പഠനങ്ങളാണ് എക്സിറ്റ് പോൾ എന്ന ശാസ്ത്രീയമായ രീതി വികസിപ്പിക്കാൻ അദ്ദേഹത്തെ സഹായിച്ചത്. UK-ലെ 1992 പൊതു തെരഞ്ഞെടുപ്പാണ് ഇതിൽ പ്രധാനം. ലേബർ പാർട്ടി വിജയിക്കുമെന്നോ അല്ലെങ്കിൽ ആർക്കും ഭൂരിപക്ഷമില്ലാത്ത സാഹചര്യം ഉണ്ടാകുമെന്നോ ആയിരുന്നു എല്ലാ എക്സിറ്റ് പോളുകളും പ്രവചിച്ചത്. പക്ഷേ ജോൺ മേജറിന്റെ നേതൃത്വത്തിലുള്ള കൺസർവേറ്റീവ് പാർട്ടി അപ്രതീക്ഷിത വിജയം നേടി. ഷൈ ടോറി ഫാക്ടർ എന്ന പ്രതിഭാസമാണ് ഇവിടെ വില്ലനായത്. കൺസർവേറ്റീവ് പാർട്ടിക്ക് വോട്ട് ചെയ്തവർ പുറത്തത് തുറന്നു പറയാൻ മടിച്ചതായിരുന്നു ഇതിന് കാരണം. എക്സിറ്റ് പോൾ പാളിയ മറ്റൊരു തെരഞ്ഞെടുപ്പാണ് 2016 അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ്. ഹിലരി ക്ലിന്റൺ ഡൊണാൾഡ് ട്രംപിനെ പരാജയപ്പെടുത്തി അധികാരത്തിൽ വരുമെന്നായിരുന്നു ഭൂരിഭാഗം സർവേകളും പ്രവചിച്ചത്. യഥാർത്ഥ ഫലം വന്നപ്പോൾ ട്രംപാണ് വിജയിച്ചത്. 2015 ഇസ്രായേൽ പൊതു തെരഞ്ഞെടുപ്പിലും സാഹചര്യങ്ങൾ സമാനമായിരുന്നു. ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ലിക്വിഡ് പാർട്ടിയും ഐസക് ഹെർസോഗിന്റെ സയനിസ്റ്റ് യൂണിയനും തമ്മിൽ കടുത്ത പോരാട്ടമാണെന്നും ലിക്വിഡ് പാർട്ടിക്ക് തിരിച്ചടിയുണ്ടാകുമെന്നുമായിരുന്നു എക്സിറ്റ് പോളുകൾ പറഞ്ഞത്. പക്ഷേ ഫലം വന്നപ്പോൾ നെതന്യാഹുവിന്റെ പാർട്ടി വലിയ വിജയം നേടി. യൂറോപ്യൻ യൂണിയന്റെ സാമ്പത്തിക പരിഷ്കാരങ്ങൾ സ്വീകരിക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ 2015 ഗ്രീസിൽ നടന്ന ഹിതപരിശോധനയിൽ നോ വിഭാഗങ്ങൾ തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണെന്നാണ് എക്സിറ്റ് പോളുകൾ പറഞ്ഞത്. പക്ഷേ പരിഷ്കാരങ്ങളെ എതിർത്തവർ അഥവാ നോ പക്ഷം 61% വോട്ട് നേടി വൻ വിജയം കരസ്ഥമാക്കി. 2015 UK-ലെ പൊതു തെരഞ്ഞെടുപ്പിൽ കൺസർവേറ്റീവ് പാർട്ടിയും ലേബർ പാർട്ടിയും തുല്യ ശക്തികളായിരിക്കുമെന്നും ആർക്കും ഭൂരിപക്ഷം ലഭിക്കില്ലെന്നും പ്രവചിക്കപ്പെട്ടു. പക്ഷേ ഡേവിഡ് കാമറൂണിന്റെ നേതൃത്വത്തിലുള്ള കൺസർവേറ്റീവ് പാർട്ടി ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടി. എന്നിരുന്നാലും എക്സിറ്റ് പോളുകൾക്ക് അമേരിക്കയിലും യൂറോപ്പിലും 80%-ലേറെയാണ് കൃത്യത. ബ്രിട്ടനിൽ അടുത്ത കാലത്തെ എക്സിറ്റ് പോളുകൾ വളരെ കൃത്യമായ ഫലങ്ങൾ നൽകാറുണ്ട്. കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിലും വിജയിയെ കൃത്യമായി പ്രവചിക്കാൻ ഇവയ്ക്ക് സാധിച്ചു. എന്നിരുന്നാലും സീറ്റുകളുടെ എണ്ണത്തിൽ മാറ്റങ്ങൾ വരാറുണ്ട്. ജർമ്മനി പോലുള്ള രാജ്യങ്ങളിൽ എക്സിറ്റ് പോളുകൾ അങ്ങേയറ്റം കൃത്യത പുലർത്തുന്നവയാണെന്നും പറയപ്പെടുന്നു. എന്നാൽ അയർലൻഡിലും മറ്റും മാർജിൻ ഓഫ് എറർ ഉണ്ടാകാറുണ്ട്. എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ തന്നെ ആഘോഷങ്ങൾ തുടങ്ങുന്നത് ചില രാജ്യങ്ങളിലും കണ്ടുവരാറുണ്ട്. 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നപ്പോൾ പാരീസിൽ വലിയ തോതിലുള്ള ആഹ്ലാദ പ്രകടനങ്ങൾ നടന്നിരുന്നു. എക്സിറ്റ് പോൾ ഫലങ്ങൾ വരുമ്പോൾ ജനങ്ങൾ തെരുവിലിറങ്ങി ആഘോഷിക്കുന്ന ഹംഗറിയിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത്രയ്ക്ക് വലിയ വിശ്വാസ്യതയാണ് അവിടെ എക്സിറ്റ് പോളിനുള്ളത്. 90% അവിടങ്ങളിലുള്ള കൃത്യത. ഇന്ത്യയിലും എക്സിറ്റ് പോളുകൾക്ക് ദശാബ്ദങ്ങളുടെ ചരിത്രമുണ്ട്. ഇന്ത്യയിൽ ആദ്യമായി ഒരു എക്സിറ്റ് പോൾ പരീക്ഷിച്ചത് 1957 രണ്ടാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ്. പ്രശസ്ത സ്റ്റാറ്റിസ്റ്റീഷ്യനായ എറിക് ഡി കോസ്റ്റയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഒപ്പീനിയനാണ് വോട്ടർമാർ ബൂത്തിൽ നിന്നിറങ്ങുമ്പോൾ അവരുടെ അഭിപ്രായം ആരാഞ്ഞത്. എങ്കിലും അന്നത് ഇന്നത്തെ പോലെ വിപുലമായ ഒന്നായിരുന്നില്ല. പരീക്ഷണാടിസ്ഥാനത്തിലായിരുന്നു. ഇന്ത്യയിലെ ആദ്യ എക്സിറ്റ് പോൾ ഫലം തിരഞ്ഞെടുപ്പ് ഫലവുമായി യോജിച്ചു പോകുന്നതായിരുന്നു. ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് തന്നെ വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരുമെന്നായിരുന്നു അന്ന് സർവേ പ്രവചിച്ചത്. ഫലം വന്നപ്പോൾ കോൺഗ്രസ് 371 സീറ്റുകൾ നേടി വൻ വിജയം കൊയ്തു. 1980 ഡോക്ടർ പ്രണോയ് റോയിയും അശോക് ലാഹിരിയും ചേർന്ന് ഇന്ത്യ ടുഡേ മാസികയ്ക്ക് വേണ്ടി ശാസ്ത്രീയമായ രീതിയിൽ എക്സിറ്റ് പോൾ നടത്തി. 1984 തെരഞ്ഞെടുപ്പിലും ഇത് ആവർത്തിച്ചു. തെരഞ്ഞെടുപ്പ് കണക്കുകളെ രാഷ്ട്രീയമായി ബന്ധിപ്പിച്ച് ലളിതമായി അവതരിപ്പിക്കുന്ന രീതി ഇന്ത്യയിൽ ജനപ്രിയമാക്കിയത് പ്രണോയ് റോയിയാണ്. ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് വിശകലന ശാസ്ത്രത്തിന്റെ പിതാവെന്ന് അറിയപ്പെടുന്നതും അദ്ദേഹം തന്നെ. 1996 പൊതു തെരഞ്ഞെടുപ്പോടെയാണ് എക്സിറ്റ് പോളുകൾക്ക് വലിയ മാധ്യമ ശ്രദ്ധ ലഭിക്കുന്നത്. ദൂരദർശന് വേണ്ടി നളിനി സിംഗും CSDS ചേർന്ന് ദേശീയ തലത്തിൽ വലിയൊരു എക്സിറ്റ് പോൾ സർവേ നടത്തി. അന്ന് BJP ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകുമെന്ന് അവർ നടത്തിയ പ്രവചന ഫലവുമായി ഏറെക്കുറെ ഒത്തുപോയി. ഇതിന് പിന്നാലെ സ്വകാര്യ ചാനലുകൾ വിപുലമായ രീതിയിൽ എക്സിറ്റ് പോളുകൾ ഏറ്റെടുത്തു. ഇന്ത്യൻ സെഫോളജിയുടെ പിതാവായി അറിയപ്പെടുന്ന ഡോക്ടർ പ്രണോയ് റോയിയുടെ മിക്ക പ്രവചനങ്ങളും വളരെ കൃത്യമായിരുന്നു. 1977 പൊതു തെരഞ്ഞെടുപ്പിൽ ജനതാ പാർട്ടി വിജയിക്കുമെന്ന് അദ്ദേഹം പ്രവചിച്ചു. അത് ശരിയായി വരികയും ചെയ്തു. 1984 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് 400-ലധികം സീറ്റുകൾ നേടി അധികാരത്തിൽ വരുമെന്ന് അദ്ദേഹം നടത്തിയ പ്രവചനം അവിശ്വസനീയമായ കൃത്യതയോടെയാണ് ഫലിച്ചത്. ഇതോടെയാണ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച സെഫോളജിസ്റ്റ് എന്ന പേര് അദ്ദേഹത്തിന് ലഭിച്ചത്. എത്ര മികച്ച രീതി അവലംബിച്ചാലും ഇന്ത്യയിലെ വോട്ടർമാരുടെ മനോഭാവം പ്രവചിക്കുക എന്നത് ഇപ്പോഴും വെല്ലുവിളിയാണെന്ന് അദ്ദേഹം തന്നെ സമ്മതിച്ചിട്ടുണ്ട്. നിലവിൽ അദ്ദേഹം തൻ്റെ ഡീകോഡർ എന്ന പുതിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ തിരഞ്ഞെടുപ്പ് വിശകലനങ്ങൾ തുടരുന്നു. ഡാറ്റയും രാഷ്ട്രീയവും സമന്വയിപ്പിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ശൈലി ഇപ്പോഴും വോട്ടർമാർക്കിടയിൽ വലിയ സ്വീകാര്യതയുള്ളതാണ്. അതിനിടെ എക്സിറ്റ് പോളുകൾക്കെതിരെ ഇന്ത്യയിൽ നിയമപരമായ പ്രശ്നങ്ങൾ വന്നു. എക്സിറ്റ് പോളുകൾ വോട്ടർമാരെ സ്വാധീനിക്കുന്നു എന്ന പരാതിയെ തുടർന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. 2009 ഭേദഗതിയും വന്നു. ജനപ്രാതിനിധ്യ നിയമത്തിൽ പുതിയ വകുപ്പ് കൂട്ടിച്ചേർത്ത് വോട്ടെടുപ്പ് പൂർത്തിയാകുന്നതുവരെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവിടുന്നത് നിരോധിച്ചു. തിരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായി അരമണിക്കൂറിന് ശേഷം മാത്രമേ മാധ്യമങ്ങൾക്ക് ഫലം പുറത്തുവിടാൻ അനുവാദമുള്ളൂ. ഇതിന് ഫലമായിട്ടാണ് അവസാനഘട്ട വോട്ടെടുപ്പ് നടന്ന ഇന്നലെ വൈകിട്ട് എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നതും. പക്ഷേ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ വൻതോതിൽ പാളിപ്പോയ നിരവധി സന്ദർഭങ്ങളുണ്ട്. വോട്ടർമാരുടെ എണ്ണത്തിലുള്ള വർധനവും വൈവിധ്യവുമാണ് പലപ്പോഴും ഇത്തരം സർവേകളെ തെറ്റിക്കുന്നത്.
2004 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇന്ത്യയിലെ എക്സിറ്റ് പോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയങ്ങളിലൊന്നാണിത്. അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ വലിയ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ തിരിച്ചെത്തുമെന്നായിരുന്നു മിക്ക എക്സിറ്റ് പോളുകളും പ്രവചിച്ചത്. എന്നാൽ ഫലം വന്നപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള UPA അധികാരം നേടുകയാണ് ഉണ്ടായത്. 2015 ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പല എക്സിറ്റ് പോളുകളും BJPക്ക് മുൻതൂക്കം നൽകി. എന്നാൽ ലാലു പ്രസാദ് യാദവിന്റെ RJDയും നിതീഷ് കുമാറിന്റെ JDUവും ഉൾപ്പെട്ട മഹാസഖ്യം വലിയ വിജയം സ്വന്തമാക്കി. ബീഹാറിൽ BJP വിജയിക്കുമെന്നായിരുന്നു അന്ന് NDTV എക്സിറ്റ് പോളിലും പറഞ്ഞത്. ഇതിനെ തുടർന്ന് ഡാറ്റ വിശകലനം ചെയ്ത ഏജൻസിയുടെ ഭാഗത്തു നിന്നുണ്ടായ പിഴവാണെന്ന് കാണിച്ച് പ്രണോയ് റോയ് പരസ്യമായി ക്ഷമാപണം നടത്തിയിരുന്നു. 2 തവണ എക്സിറ്റ് പോളുകളെ അതിജീവിച്ച വ്യക്തിയാണ് മമതാ ബാനർജി. 2021 പശ്ചിമ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയും തൃണമൂൽ കോൺഗ്രസും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണെന്നും BJP മുന്നിലെത്താൻ സാധ്യതയുണ്ടെന്നും ചില എക്സിറ്റ് പോളുകൾ സൂചിപ്പിച്ചിരുന്നു. എന്നാൽ മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ തൃണമൂൽ കോൺഗ്രസ് വൻ ഭൂരിപക്ഷത്തോടെ അധികാരം നിലനിർത്തി. അതിനുശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും BJPക്ക് മേൽക്കൈയാണ് എക്സിറ്റ് പോളുകൾ പ്രവചിച്ചത്. പക്ഷേ തൃണമൂൽ ഭൂരിപക്ഷം സീറ്റിലും വിജയിക്കുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തവണയും ബംഗാളിലെ എക്സിറ്റ് പോൾ ഫലങ്ങൾ തെറ്റുമെന്ന് മമതയെ അനുകൂലിക്കുന്നവർ പറയുന്നത്. 2026 എക്സിറ്റ് പോളിൽ BJPയുടെ തുടർഭരണമാണ് പ്രവചിക്കുന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും എക്സിറ്റ് പോൾ എക്സാറ്റ് പോളായി മാറിയില്ല. NDA സഖ്യം 350 മുതൽ 400 വരെ സീറ്റുകൾ നേടി വൻ വിജയം കൊയ്യുമെന്നായിരുന്നു മിക്ക പ്രവചനങ്ങളും. എന്നാൽ യഥാർത്ഥത്തിൽ BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിച്ചില്ലെന്ന് മാത്രമല്ല, NDA സഖ്യം 293 സീറ്റുകളിലേക്ക് ചുരുങ്ങുകയും ചെയ്തു. 2024 ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 10 വർഷത്തെ BJP ഭരണത്തിന് അന്ത്യം കുറിച്ച് കോൺഗ്രസ് വൻ വിജയം നേടുമെന്നായിരുന്നു മിക്കവാറും എല്ലാ എക്സിറ്റ് പോളുകളും പ്രവചിച്ചത്. എന്നാൽ പ്രവചനങ്ങളെ കാറ്റിൽ പറത്തി BJP 3ാം തവണയും അവിടെ അധികാരത്തിലെത്തി. തമിഴ്നാട്ടിലും എക്സിറ്റ് പോളുകൾ പാളിയിട്ടുണ്ട്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ് തമിഴ്നാട് തിരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ ഏറ്റവും വലിയ എക്സിറ്റ് പോൾ പരാജയങ്ങളിലൊന്നായിരുന്നു. മിക്ക എക്സിറ്റ് പോളുകളും DMK സഖ്യം അധികാരത്തിൽ വരുമെന്നായിരുന്നു പ്രവചിച്ചത്. എന്നാൽ എല്ലാ പ്രവചനങ്ങളെയും അട്ടിമറിച്ച് ജയലളിതയുടെ നേതൃത്വത്തിലുള്ള AIADMK തുടർച്ചയായ 2ാം തവണയും അധികാരത്തിലെത്തി. 1984 ശേഷം ആദ്യമായിട്ടാണ് ഒരു പാർട്ടി തമിഴ്നാട്ടിൽ ഭരണം നിലനിർത്തുന്നത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മിക്ക എക്സിറ്റ് പോളുകളും DMK സഖ്യം വിജയിക്കുമെന്ന് ശരിയായി പ്രവചിച്ചിരുന്നു. എങ്കിലും സീറ്റുകളുടെ എണ്ണത്തിൽ വലിയ വ്യത്യാസമുണ്ടായി. പല സർവേകളും DMK സഖ്യത്തിന് 175 മുതൽ 195 വരെ സീറ്റുകൾ പ്രവചിച്ചപ്പോൾ അവർക്ക് ലഭിച്ചത് 159 സീറ്റുകൾ മാത്രമായിരുന്നു. AIADMK പ്രതീക്ഷിച്ചതിലും മികച്ച പ്രകടനം കാഴ്ചവെച്ചു. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മിക്ക എക്സിറ്റ് പോളുകളും സ്റ്റാലിൻ്റെ നേതൃത്വത്തിലുള്ള DMK സഖ്യം ഭരണം നിലനിർത്തുമെന്ന് പറയുമ്പോൾ ചില സർവേകൾ നടൻ വിജയുടെ പാർട്ടിയായ TVKയുടെ വിജയം പ്രവചിക്കുന്നു. വിജയ് മറ്റൊരു MGR ആവുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. പക്ഷേ കേരളത്തിലേക്ക് വന്നാൽ ഭൂരിപക്ഷം എക്സിറ്റ് പോളുകളും ശരിയായ ചരിത്രമാണുള്ളത്. പക്ഷേ ചില പാളിച്ചകളും കാണാറുണ്ട്. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF 90 സീറ്റുകൾ വരെ നേടി വലിയ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരുമെന്നായിരുന്നു മിക്ക എക്സിറ്റ് പോളുകൾ പറഞ്ഞത്. VS അച്യുതാനന്ദൻ്റെ നേതൃത്വത്തിലുള്ള LDF കനത്ത തോൽവി നേരിടുമെന്നായിരുന്നു പ്രവചനം. പക്ഷേ കേരളം കണ്ട ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിനാണ് അന്ന് UDF വിജയിച്ചത്. UDF 72 സീറ്റുകളും LDFന് 68 സീറ്റുകളും ലഭിച്ചു. സർവേകൾ പ്രവചിച്ചതിനേക്കാൾ വലിയ പോരാട്ടം കാഴ്ചവെക്കാൻ അന്ന് LDFന് സാധിച്ചു. കോടിക്കണക്കിന് വോട്ടർമാരുള്ള ഇന്ത്യയിൽ ചെറിയൊരു ശതമാനം ആളുകളിൽ നിന്ന് മാത്രം വിവരങ്ങൾ ശേഖരിക്കുന്നത് കൃത്യമായ ഫലം നൽകണമെന്നില്ല എന്നാണ് എക്സിറ്റ് പോളുകളടക്കം തെറ്റാൻ ഇടയാക്കിയ കാരണത്തെക്കുറിച്ച് ഇലക്ഷൻ പ്രവചന വിദഗ്ധൻ പ്രണോയ് റോയ് അടക്കമുള്ളവർ പറയുന്നത്. വോട്ട് ആർക്ക് നൽകിയെന്ന് സർവേക്കാരുടെ തുറന്നു പറയാൻ വോട്ടർമാർ മടിക്കുന്നത് പ്രവചനങ്ങളെ ബാധിക്കാറുണ്ട്. ഒരു സംസ്ഥാനത്തെ വോട്ടിംഗ് രീതി മറ്റൊരു സംസ്ഥാനത്ത് നിന്ന് തീർത്തും വ്യത്യസ്തമായിരിക്കാം. ഈ വൈവിധ്യം ഉൾക്കൊള്ളാൻ സർവേകൾക്ക് സാധിക്കാതെ വരാറുണ്ട്. എക്സിറ്റ് പോളുകൾ കേവലം ഒരു സൂചന മാത്രമാണ്. അവയെ അന്തിമഫലമായി കാണാൻ കഴിയില്ല എന്നതാണ് ശരി. വോട്ടർമാർ സർവേ എടുക്കുന്നവരോട് കള്ളം പറയുകയോ വോട്ട് ചെയ്ത പാർട്ടി വെളിപ്പെടുത്താൻ മടിക്കുകയോ ചെയ്യുമ്പോൾ പ്രവചനങ്ങൾ തെറ്റാറുണ്ട്. കൂടാതെ സാമ്പിളുകൾ തിരഞ്ഞെടുക്കുന്നതിലെ അപാകതകളും ഫലത്തെ ബാധിക്കുന്നു. 1992 UK പൊതു തിരഞ്ഞെടുപ്പിൽ കണ്ടെത്തിയ ഷൈ ടോറി ഫാക്ടർ എന്ന പ്രതിഭാസം ലോകത്തെല്ലായിടത്തുമുണ്ട്. സോഷ്യോളജിയിലും രാഷ്ട്രീയ നിരീക്ഷകർക്കിടയിലും വളരെ പ്രശസ്തമായ ഒരു പദമാണിത്. ഇതാണ് എല്ലാ സർവേകളെയും തെറ്റിക്കുന്നത്. ലളിതമായി പറഞ്ഞാൽ, ഒരു വോട്ടർ താൻ വോട്ട് ചെയ്തത് ഒരു പ്രത്യേക പാർട്ടിക്കാണെന്ന് സർവേ എടുക്കുന്നവരോട് വെളിപ്പെടുത്താൻ മടിക്കുന്ന സാഹചര്യം. ചില രാഷ്ട്രീയ പാർട്ടികൾക്ക് വോട്ട് ചെയ്യുന്നത് അല്പം മോശമായ കാര്യമാണെന്നോ അല്ലെങ്കിൽ അത് പുരോഗമനപരമായ നിലപാടല്ലെന്നോ സമൂഹത്തിൽ പൊതുവെ ഒരു തോന്നലുണ്ടാകാം. അത്തരം സാഹചര്യങ്ങളിൽ താൻ ആ പാർട്ടിക്ക് തന്നെയാണ് വോട്ട് ചെയ്തതെന്ന് എടുത്തു പറഞ്ഞാൽ മറ്റുള്ളവർ തന്നെ എങ്ങനെ വിലയിരുത്തും എന്ന ഭയം വോട്ടർക്കുണ്ടാകുന്നു. എക്സിറ്റ് പോൾ എടുക്കുന്നവർ ചോദിക്കുമ്പോൾ താൻ വോട്ട് ചെയ്തത് കൂടുതൽ മാന്യമെന്ന് കരുതുന്ന മറ്റൊരു പാർട്ടിക്കാണെന്ന് ഇവർ കള്ളം പറയും. അല്ലെങ്കിൽ ആർക്കാണ് വോട്ട് ചെയ്തതെന്ന് തീരുമാനിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറും. 1992 തിരഞ്ഞെടുപ്പിൽ കൺസർവേറ്റീവ് പാർട്ടിക്ക് വോട്ട് ചെയ്ത പലരും തങ്ങൾ അവർക്കാണ് വോട്ട് ചെയ്തതെന്ന് പറയാൻ മടിച്ചു. തൽഫലമായി എക്സിറ്റ് പോളുകൾ ലേബർ പാർട്ടിയുടെ വിജയം പ്രവചിക്കുകയും എന്നാൽ ഫലം വന്നപ്പോൾ കൺസർവേറ്റീവ് പാർട്ടി വിജയിക്കുകയും ചെയ്തു. ഇതോടെയാണ് ഈ പ്രതിഭാസത്തിന് ഈ ഒരു പേര് ലഭിച്ചത്. അതുപോലെയാണ് 2016 ഷൈ ട്രംപ് ഫാക്ടറും. 2016 എക്സിറ്റ് പോളുകളുടെ പ്രവചനത്തിന് വിപരീതമായി ട്രംപ് ജയിച്ചത് എല്ലാവരെയും ഞെട്ടിച്ചു കളഞ്ഞു. ഈ സർവേകളിൽ കോളേജ് വിദ്യാഭ്യാസം കുറഞ്ഞ വോട്ടർമാരെ കൃത്യമായി ഉൾപ്പെടുത്തിയിരുന്നില്ല. ട്രംപിന് വൻ പിന്തുണ നൽകിയ ഈ വിഭാഗത്തെ സർവേകളിൽ വേണ്ടത്ര പ്രാധാന്യം നൽകാത്തത് വലിയ പിഴവായി പിന്നീട് വിലയിരുത്തപ്പെട്ടു.
ചില വോട്ടർമാർ തങ്ങൾ ട്രംപിനാണ് വോട്ട് ചെയ്തതെന്ന് സർവേ എടുക്കുന്നവരോട് വെളിപ്പെടുത്താൻ മടിച്ചിരുന്നു. സാമൂഹികമായ വിമർശനം ഭയന്നോ മറ്റോ അവർ തങ്ങളുടെ വോട്ടിനെക്കുറിച്ച് കള്ളം പറഞ്ഞു. 13% വോട്ടർമാർ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടടുത്ത ആഴ്ചയിലാണ് ആർക്ക് വോട്ട് ചെയ്യണമെന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുത്തത്. ഇവരിൽ ഭൂരിഭാഗവും ട്രംപിന് അനുകൂലമായിട്ടാണ് ചിന്തിച്ചത്. ഗ്രാമീണ മേഖലകളിൽ നിന്ന് മുൻപ് വോട്ട് ചെയ്തിരുന്ന പലരും ട്രംപിന് വേണ്ടി ബൂത്തുകളിലെത്തി. ഈ വോട്ടർമാരുടെ വർധനവ് പല എക്സിറ്റ് പോളുകാരും കണ്ടില്ല. ദേശീയതലത്തിൽ ഹിലരി ക്ലിന്റൺ പോപ്പുലർ വോട്ടുകളിൽ മുന്നിലെത്തുമെന്ന പ്രവചനം ശരിയായിരുന്നു. എന്നാൽ മിഷിഗൺ, പെൻസിൽവാനിയ, വിസ്കോൺസിൻ തുടങ്ങിയ നിർണായക സംസ്ഥാനങ്ങളിൽ ട്രംപ് നേടിയ അപ്രതീക്ഷിത വിജയം പ്രവചിക്കുന്നതിൽ എക്സിറ്റ് പോളുകൾ പരാജയപ്പെട്ടു. ഇപ്പോൾ കേരളമടക്കം വീണ്ടും ഒരു എക്സിറ്റ് പോളിലൂടെ കടന്നു പോവുകയാണ്. കേരളത്തിൽ UDFന് 75 മുതൽ 90 സീറ്റുകൾ വരെ നേടിയുള്ള വിജയമാണ് പ്രവചിക്കുന്നത്. 10 എക്സിറ്റ് പോളുകളിൽ ഒന്നുപോലും LDFന് മുൻതൂക്കം പ്രവചിക്കുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. ചിലരൊക്കെ BJPക്ക് 14 സീറ്റുകൾ വരെ പ്രവചിച്ച് BJPക്കാരെ പോലും ഞെട്ടിപ്പിക്കുന്നുണ്ട്. നേരത്തെ വിദേശ രാജ്യങ്ങളിൽ ഉണ്ടായ പോലെ ഒരു സാഹചര്യമാണോ ഇത്തവണ കേരളത്തിലടക്കം ഉണ്ടാവുന്നത് എന്നതാണ് പലരും ചോദിക്കുന്നത്. ഷൈ ടോറി ഫാക്ടറും ഷൈ ട്രംപ് ഫാക്ടറും പോലെ ഷൈ പിണറായി ഫാക്ടർ ഇത്തവണ ഉണ്ടാകുമോ എന്ന ചോദ്യം ബാക്കിയാകുന്നു. അതായത് പിണറായി വിജയന് വോട്ട് ചെയ്ത പലരും അത് പറയാതെ മറച്ചു വെച്ചുവോ അതോ തിരിച്ചടിയാണോ ഉണ്ടായത്? വലിയ രീതിയിലുള്ള UDF തരംഗമാണോ ഉണ്ടാവുക? എല്ലാം കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു.